ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈൻമാസ്റ്ററിൻ്റെ പാർട്ട് 5 ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ആദ്യം തന്നെ തുറക്കുന്നു. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. തുടർന്ന് നമ്മുടെ മീഡിയയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിലെങ്ങനെ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് വീഡിയോ നമ്മൾ രണ്ടാക്കി മുറിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ സിസേഴ്സ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തു. സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോ 2 പോർഷൻ ആയിട്ടുണ്ട്. ഇനി ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കാനായിട്ട് 2 പോർഷനായി ഇപ്പോൾ അവിടെ ഒരു പ്ലസ് എന്നുള്ളൊരു ചിഹ്നം കാണാം നിങ്ങൾക്ക്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രാൻസിഷൻ എഫക്റ്റ് ഏതാണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഗാലറി വ്യൂ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ 1ാമത്തെ ടൈപ്പിൽ. ഓക്കെ, ഇപ്പോൾ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ അവിടെ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ട്രാൻസിഷൻ എഫക്റ്റ് ഓക്കെയാണ്. ഇനി അടുത്തത് ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ആനിമേഷൻ കൊടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ലെയറിൽ പോയി അതിനുശേഷം മീഡിയയിലെടുത്തു. ഞാനിതിലൊരു ആനിമേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു ഇമേജ് എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ, ആ ഇമേജിനാണ് ഞാൻ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൈൻമാസ്റ്ററിൽ തന്നെ ഇമേജ് സെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതെടുത്തു. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇമേജ് എടുത്തുകൊണ്ടിരിക്കുക, ഗാലറിയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ കൈൻമാസ്റ്ററിൽ തന്നെയുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേജ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആനിമേഷൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ 3 തരത്തിൽ നമുക്ക് കൊടുക്കാം. ഇൻ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ, ഓവറോൾ ആനിമേഷൻ. ഇൻ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഈ പിക്ചറിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പിക്ചറിന് സംഭവിക്കുന്ന ഒരു ആനിമേഷൻ. ഔട്ട് ആനിമേഷൻ എന്ന് പറയുമ്പോൾ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ പിക്ചറിൽ നിന്നും അവസാനിച്ച് പോകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ആനിമേഷൻ. ഓവറോൾ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചറിന് മൊത്തത്തിൽ ഉണ്ടാകുന്ന ആനിമേഷൻ. അതിനായിട്ട് ജസ്റ്റ് പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇന്ന ആനിമേഷൻ മാത്രം കാണിക്കണുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്ന ആനിമേഷനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്ലോക്ക് വൈസ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ കണ്ടോ, തിരിഞ്ഞിട്ട് വരുന്നു ക്ലോക്ക് വൈസ് കൊടുത്തപ്പോൾ. ഇനി ഇതിൻ്റെ വേഗത നിങ്ങൾക്ക് ഇവിടെ 1.5 അതിൽ നിങ്ങൾക്ക് ഈ ആനിമേഷൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അവിടെ നിന്ന് നിങ്ങളൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കിക്കോ, കണ്ടോ തിരിഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആനിമേഷൻസ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് പിക്ചറിന് മാത്രമല്ല കേട്ടോ, വീഡിയോ ഇതുപോലെ ലെയറിൽ നിന്ന് നമ്മൾക്ക് വേണ്ട വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടും അതുപോലെ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷൻസ് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇനി അടുത്തൊരു ടൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ വീഡിയോ ഒക്കെ പുറത്തൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ മൈക്കിൻ്റെ ചിഹ്നം കാണുന്നില്ലേ, അതിൻ്റെ REC എന്ന് എഴുതിയിട്ട് മൈക്കിൻ്റെ ചിഹ്നം, ആ സിമ്പലിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇങ്ങനെ പ്ലേ ആവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിച്ച് വോയിസ് ഓവർ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയുന്നത്. ഇനി അടുത്ത പാർട്ടിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.